ആയിരുന്നു. ഇനി ഈ വണ്ടിയിൽ 2 ഡ്രൈവർമാരുണ്ടായിരുന്നു. ബാക്കിൽ ഒരു സ്പെയർ ആംബുലൻസ് ഉണ്ടായിരുന്നു. അതിലും 2 ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു 5 ഡ്രൈവർമാരടങ്ങിയ ഒരു സംഘമാണ് ഞങ്ങൾ ഇവിടുന്ന് ആംബുലൻസ് ആയിട്ട് പോയത്. തിരിച്ചു വരുന്ന വഴിക്ക് 2 ഡോക്ടർമാരും വാഹനത്തിലുണ്ടായിരുന്നു. നമുക്കൊരു 5 മിനിറ്റാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്കൊരു 4 മിനിറ്റ് കൊണ്ട് ഓടിയെത്താൻ സാധിച്ചു. പോലീസിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. റോഡൊക്കെ ക്ലിയർ ആയിരുന്നു. അതെ അതെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അത് നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അല്ല, 4 മിനിറ്റിനുള്ളിൽ ഓടി ഇവിടെ എത്തും. ഓ, നല്ല സഹകരണമായിരുന്നു. റോഡൊക്കെ എല്ലാം ക്ലിയർ ആയിരുന്നു. നമുക്ക് ഒരു ചവിട്ടേണ്ട ഒരു ആവശ്യം വന്നില്ല. റോഡെല്ലാം ക്ലിയർ ആയിരുന്നു. പോലീസിനോടും നന്ദി പറയുന്നു. അതെ 4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടിയെത്താൻ സാധിച്ചു. ഈ എറണാകുളം ജില്ലയിൽ ഈ സമയത്ത് നല്ല ട്രാഫിക്കാണ്. അത് പോലീസിൻ്റെ ഒരു സഹകരണം കൊണ്ടാണ് നമുക്ക് ഓടിയെത്താൻ സാധിച്ചത്. സഹകരിച്ചു. റോഡുകളിലെ ആളുകളൊക്കെ അതുപോലെ തന്നെ സഹകരിച്ചു. എല്ലാവരും ഒതുങ്ങി സൈഡിൽ നിന്ന് സഹകരിച്ചു. ആംബുലൻസിനകത്ത് 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അവരതിലായിരുന്നു. നസീറാണ്. രാജ്യത്ത് ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഒരു പുതിയ ചരിത്രം ആരോഗ്യരംഗത്ത് രചിക്കാൻ പോവുകയാണ് എറണാകുളം ജനറൽ ആശുപത്രി. നേപ്പാൾ സ്വദേശിനിയായ 22 വയസ്സുകാരി ദുർഗ കാമിക്കാണ് തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശിയായ ഷിബുവിന് ഹൃദയം മാറ്റിവെക്കാൻ പോകുന്നത്. രാജ്യാതിർത്തികൾ ഭേദിച്ചുള്ള കേരളത്തിന്റെ കരുതലാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന ഗുരുതര രോഗം ബാധിച്ച് ചികിത്സ തേടിയെത്തിയ നേപ്പാൾ സ്വദേശിനിക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പുതിയ ജീവൻ ലഭിക്കുന്നത്. ഹൃദയഭിത്തികൾക്ക് കനം കൂടുന്ന അവസ്ഥയാണ് ദുർഗയ്ക്കുള്ളത്. സ്വകാര്യ ആശുപത്രികളിലെ വലിയ ചികിത്സാ ചെലവ് അത് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ദുർഗ എത്തിയത്. വിദേശ വനിതയായതിനാൽ തന്നെ അവയവദാനത്തിലുള്ള മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് നിയമപരമായ പല തടസ്സങ്ങളും ദുർഗ നേരിട്ടിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. അങ്ങനെയാണ് ഇളവ് നേടിയെടുത്തത്. അനുയോജ്യമായൊരു ദാതാവിനെ കാത്തിരുന്ന് കേരളത്തിൽ തന്നെ തുടരുകയായിരുന്നു ദുർഗ. കൊല്ലം ചിറക്കര സ്വദേശിയായ ഷിബുവിന്റെ ഹൃദയമാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ച് അത് നേപ്പാൾ സ്വദേശിനിയിൽ തുടിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എയർ ആംബുലൻസ് മാർഗമാണ് ഹൃദയം കൊച്ചിയിലേക്ക് എത്തിച്ചത്. ഇതിനു മുൻപ് പലതവണ ഹൃദയവുമായി എയർ ആംബുലൻസുകൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം സ്വകാര്യ ആശുപത്രിയിലേക്കായിരുന്നു, ലിസി ആശുപത്രിയിലേക്കായിരുന്നു നമുക്കറിയാം. പക്ഷേ ഇത്തവണ ആ എയർ ആംബുലൻസിന്റെ ലക്ഷ്യം അത് ഒരു സർക്കാർ ആശുപത്രിയാണ്, സർക്കാർ ജനറൽ ആശുപത്രിയാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഡോക്ടർ ജോർജ് വാളൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാണ് ഈ ഷിബുവിൽ നിന്ന് ഹൃദയ ശസ്ത്രക്രിയ നടത്തി ഹൃദയം ശേഖരിച്ചത്.